കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാൻ വനം വകുപ്പ് ഇനിയും കാലതാമസം വരുത്തരുതെന്ന ആവശ്യവുമായി ഹൈവേ സംരക്ഷണ സമിതി. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവുണ്ടായിട്ടും വനം വകുപ്പ് ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുകയാണെന്ന് ഹൈവേ സംരക്ഷണ സമിതി ചെയർമാൻ PM ബേബി അടിമാലിയിൽ ആരോപിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ 20-ാം തീയതിയാണ് ഈ ദുരന്തം ഉണ്ടാകാനിടയുള്ള NH85 ഓരത്ത് വാളറ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്തുള്ള മരങ്ങൾ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കണം എന്ന് ഉത്തരവിട്ടു. ആ ഉത്തരവ് നേരത്തെ ഇട്ടതാണ്. പക്ഷേ അവർ ചെയ്യാത്തതിൻ്റെ പേരിൽ കർശനമായ ഉത്തരവാണ് 20-ാം തീയതി ഇട്ടത്. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും അപകടം ഉണ്ടായാൽ DFO ഉത്തരവാദിയായിരിക്കും എന്ന് തന്നെ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ആ ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കാൻ DFO തയ്യാറായിട്ടില്ല. ദേവികുളം DFO അടക്കം നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരും വളരെ ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിൽ ഇത്രയധികം കലാമിറ്റി, വളരെയധികം കാലവർഷം, ശക്തമായ മഴയും കാറ്റും എല്ലാം ഉള്ള ഈ സമയത്ത് ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ് ടൂറിസ്റ്റുകൾക്കും അതുപോലെ ഹൈറേഞ്ചിലുള്ള ജനങ്ങൾക്കും ഇന്നുള്ളത്. ഇത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രാവശ്യം ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടെങ്കിലും നടപടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ധിക്കാരപരമായി ഈ തരം മരമുറി നടക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യപ്പെട്ട സർക്കാർ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ ഹൈറേഞ്ചിൽ വയ്ക്കാതെ മറ്റാരെങ്കിലും ഉത്തരവാദിത്വപൂർവ്വം പെരുമാറുന്ന ഉദ്യോഗസ്ഥന്മാരെ വെക്കുകയും വേണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. Al-Azhar Group of Institutions, 16 institutions, offering 56 plus programs, serving 7,000 plus students. Al-Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al-Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al-Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al-Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al-Azhar Group of Institutions, Thodupuzha.